ലൈവായിട്ട് നിങ്ങൾക്ക് വേണ്ടി കത്തിച്ചാണ് ടെസ്റ്റ് ചെയ്തത്. കാണാൻ പറ്റും. അതായത് സാധാരണ വുഡ് പ്രൊഡക്റ്റ് ആണെങ്കിലും പ്ലാസ്റ്റിക് ആണെങ്കിൽ കൂടി അതൊക്കെ കത്തും അല്ലെ, കത്തുന്ന കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് 175 കിലോയാണ് ഇതാ ഈ ഒരു 2 സ്ക്രൂവിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ചാക്ക് 100 കിലോ, ഞാനിതാ 75 കിലോ. ഇത്രയും മതി അല്ലേ? അല്ലെ, പൊങ്ങി വരും ഇങ്ങനെ. ആ പൊങ്ങി കിടക്കും വെള്ളത്തില്. ഓക്കെ, ഹോൾ അടിക്കുകയാണ്. സിമ്പിൾ ആയിട്ട് ഹോൾ അടിച്ചിട്ടുണ്ട്. ഓ, അത്ര സിമ്പിൾ അല്ല, അത്ര സിമ്പിൾ അല്ല അല്ലെ. ഒരു 22ഓളം കെമിക്കൽ കൂട്ടി ചേർത്തിട്ടാണ് PVC ബോർഡ് ഉണ്ടാക്കുന്നത്. അതെ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇന്റീരിയർ ചെയ്യണമെങ്കിൽ ഈ ബോർഡ് നിർബന്ധ. ഇത് എന്ന് പറഞ്ഞാൽ PVC ഉണ്ട്, WPC ഉണ്ട്. ഒന്ന് മാറിയെന്നോ സ്ക്രൂ പോന്നോ, സ്ക്രൂ ഹോൾഡിങ് തീർന്നു. അതാണ് ഇതിന്റെ സ്ക്രൂ ഹോൾഡിങ്. അതായത് നമുക്ക് 100 kg പോലും ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഇത് ബ്രേക്ക് ആയി പോകുന്നു. 60% PVC ഉപയോഗിച്ചിട്ട് 60%. അപ്പൊ അത്രത്തോളം നമുക്ക് സ്ക്രൂ ഗ്രിപ്പിന്റെ കാര്യത്തിൽ, ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റും. ഡെൻസിറ്റി കസ്റ്റമൈസ് ചെയ്യാം തീർച്ചയായിട്ടും. അപ്പൊ പ്രൊഡക്ഷൻ യൂണിറ്റിൽ വന്നാൽ മാത്രമേ ഈ പറഞ്ഞ ഫെസിലിറ്റി ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഹൈലൈറ്റ് 17 കൂടുതൽ അല്ലേ, 17 പോയിന്റ് സംതിങ് തന്നെ ഉണ്ട്, കാണുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇതൊരു വെയിറ്റിംഗ് മെഷീനും കൂടിയാണ്. 33 വരുന്നുണ്ട്, 33 മോർ ഉണ്ട് അല്ലെ, 33 തന്നെ ഉണ്ട്. അപ്പൊ ആ ഒരു വെയിറ്റ് വേണം. 100% വാട്ടർ പ്രൂഫ് ആണ്, 100% തെർമൽ പ്രൂഫ് ആണ്. അപ്പൊ കിച്ചൺ, വാഷ് ഏരിയ, വാഷ് കൗണ്ടർ പോലത്തെ എല്ലാ ഏരിയകളും നമുക്ക് അതൊക്കെ ചെക്ക് ചെയ്യും, എന്നിട്ടേ പോവുള്ളൂ. നമ്മുടെ വ്യൂവേഴ്സിന് ഇത് കിട്ടണം. ഇതിന്റെ വില എങ്ങനെയാ ഇപ്പൊ പറയാ? ഹായ് ഫ്രണ്ട്സ്, വീടുകളിലാണെങ്കിലും കൊമേഴ്ഷ്യൽ പർപ്പസിനാണെങ്കിലും ഒക്കെ ഇന്ന് ഇന്റീരിയറിൽ ഏറ്റവും കൂടുതൽ ബോർഡുകളാണ് യൂസ് ചെയ്യുന്നത്. അത് പ്ലൈവുഡിന്റെ ഒക്കെ കാലം മാറി ഇപ്പോ PVC ബോർഡുകൾ അല്ലെങ്കിൽ WPC ബോർഡുകളൊക്കെയാണ്. ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ WPC അല്ലെങ്കിൽ PVC ബോർഡുകൾ ചൈനയിൽ നിന്നൊക്കെയാണ് വരുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ സ്വന്തം പ്രൊഡക്ഷനുള്ള ചുരുങ്ങിയ കമ്പനികൾ മാത്രമാണുള്ളത്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിലെ ഇങ്കലിൽ ഇൻസ്റ്റാവുഡിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലാണ്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്തിട്ട് തന്നെ മനസ്സിലാക്കാം. വീടുപണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കൂടുതൽ സപ്പോർട്ടിന് വേണ്ടി ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നെഞ്ഞത്ത് തന്നെ വെക്കുമല്ലോ. റെക്കോർഡ് ഡിസൈന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. ഇൻസ്റ്റാവുഡിന്റെ ഫാക്ടറിയിൽ തന്നെ വന്നിരിക്കുന്നത്. ഇവിടെയുള്ള പ്രൊഡക്ഷൻ കാണണല്ലോ. സുഹൈലേ, നമസ്കാരം. നമ്മുടെ വ്യൂവേഴ്സിന് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ നാട്ടിൽ തന്നെ അല്ലെ, എന്തിനാ നമ്മൾ ചൈനയിൽ പോകുന്നത്? ചൈനീസ് പ്രൊഡക്റ്റുകൾ ഏറ്റവും കൂടുതൽ ഇന്ന് മാർക്കറ്റിൽ വരികയാണ് ഈ ഒരു PVC കണ്ടന്റിൽ അല്ലെ. ഇന്റീരിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇതുപോലെ എന്താ പറയാ, സാധാരണക്കാർ പറയാ ഇതിന് മൾട്ടിവുഡ് എന്നാണ്. പക്ഷെ ഇത് PVC ബോർഡാണ്. അതിന്റെ പ്രൊഡക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത് അല്ലെ. മലപ്പുറത്ത് തന്നെയാണ്. എന്തുകൊണ്ട് മലപ്പുറത്ത് നമ്മുടെ നാട്ടിൽ ഈ ഒരു പ്രൊഡക്ഷൻ ചെയ്തു എന്നുള്ളതല്ല ആദ്യം ചോദിക്കണ്ടേ? തീർച്ചയായിട്ടും. നമ്മൾ ശരിക്കും 15 വർഷമായിട്ട് കമ്പനി നമ്മളിപ്പോ ചൈനയിൽ നിന്ന് ബോർഡ് ഇമ്പോർട്ട് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പൊ കഴിഞ്ഞൊരു 6 വർഷത്തിന് മുൻപ് നമുക്കുണ്ടായ ഒരു തോട്ടം എന്താ വെച്ചാല്, പല പ്രൊഡക്റ്റും നമുക്ക് ആ ഒരു കസ്റ്റമേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന ക്വാളിറ്റിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം മാർക്കറ്റിൽ ഡെൻസിറ്റി കൂടിയ ബോർഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരൊന്നും ക്വാളിറ്റിയിൽ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഒരു പ്രീഷ്യസ് ക്വാളിറ്റിയിൽ ഇത് ഇവിടെ മേക്ക് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുത്തുകൂടാ എന്നുള്ള ഒറ്റ ചിന്തയിൽ നിന്നാണ് നമ്മളിങ്ങനെ ഒരു ഫാക്ടറി നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇന്റീരിയർ ചെയ്യണമെങ്കിൽ ഈ ബോർഡ് നിർബന്ധ. ഇത് എന്ന് പറഞ്ഞാൽ PVC ഉണ്ട്, WPC ഉണ്ട് അല്ലെ. പക്ഷെ ഇവിടുത്തെ ബോർഡ് അത് ചെക്ക് ചെയ്തിട്ടാക്കാം ബാക്കി കാര്യം. അതെ, തീർച്ചയായിട്ടും. പ്രൊഡക്ഷൻ ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ ഇത് അവിടെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട് അല്ലെ. ഇത് ശരിക്കും എന്താണ്? നമ്മള് സ്ക്രൂ ഗ്രിപ്പ് ചെക്ക് ചെയ്യാണ്. അപ്പൊ ഇത് ആക്ച്വലി ഇവിടെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു ചൈന ബോർഡാണ്. നമ്മുടെ ബോർഡല്ല. അല്ല. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ മാർക്കറ്റിൽ ഇപ്പൊ കൂടുതൽ ആളുകൾ 7 ഡെൻസിറ്റി കുറഞ്ഞ റേറ്റിന് പല ബോർഡുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ബോർഡിന്റെ യഥാർത്ഥ മുഖം നമ്മളൊന്ന് കാണിച്ചു കൊടുക്കണം. ഇത് എത്ര വെയിറ്റ് ഉണ്ട്? ഇതിപ്പോ നിലവിൽ നമ്മൾ 100 kg മാത്രമേ ഇതിൽ ഹോൾഡ് ചെയ്തിട്ടുള്ളൂ. 100 കിലോ. ഒരു ബാഗ് 25 കിലോ ആണ്. അതിന്റെ 4 ബാഗ് വരുമ്പോ ഒരു 100 കിലോ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് മുമ്പേ നമ്മളെ വ്യൂവേഴ്സിന് ഒരു കാര്യം കാണിച്ചു കൊടുക്കണം. എല്ലാരും ഡെൻസിറ്റി ഒക്കെ ചെക്ക് ചെയ്യല്ലേ, ഇങ്ങനെ അമർത്തിട്ടാ. വലിയ അമർന്നൊന്നും ഇല്ല അല്ലേ, ഇത്രേ വരുന്നുള്ളൂ. പക്ഷെ അതേപോലെ തന്നെ നമ്മളതും ഉണ്ട്. പക്ഷെ അത് പൊക്കി നോക്കണല്ലോ, ഒന്ന് ചെക്ക് ചെയ്യാം. ഈ 100 കിലോ ഒന്ന് പൊക്കി നോക്കാം ഇതിന്റെ ക്വാളിറ്റി ആണെങ്കിൽ. പോകണതായി ഈ ബെൽറ്റ് ടൈറ്റ് ആവുമ്പോ ഇത് വെയിറ്റ് പോകുള്ളൂ കേട്ടോ. ഇതിന്റെ ഇവിടെ സ്ക്രൂ ഉണ്ടല്ലേ, ഈ സ്ക്രൂവിലാണ് ഇപ്പൊ നമ്മൾ ഈ വെയിറ്റ് ലോഡ് ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം പറയാണ്ട്, ഈ കാണുന്ന സ്ക്രൂ കണ്ടില്ലേ, 2 സ്ക്രൂവിലാട്ടോ സപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് മാറിയെന്നോ സ്ക്രൂ പോന്നോ, സ്ക്രൂ ഹോൾഡിങ് തീർന്നു. അതാണ് ഇതിന്റെ സ്ക്രൂ ഹോൾഡിങ്. അതായത് നമുക്ക് 100 kg പോലും ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല,
ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇത് ബ്രേക്ക് ആയി പോകുന്നു. ബ്രേക്ക് ആയി. അപ്പൊ മാർക്കറ്റിൽ ഇതുപോലുള്ള പല പ്രൊഡക്റ്റുകൾ ഉണ്ട്. എല്ലാം PVC ബോർഡ് തന്നെയാണ് അല്ലെങ്കിൽ WPC തന്നെയാണ്. പക്ഷെ ഇനി നമുക്ക് ഇതൊന്നും ചെക്ക് ചെയ്യണം. തീർച്ചയായിട്ടും വേണ്ടേ? തീർച്ചയായിട്ടും. ഓക്കെ ബൈ. ഇൻസ്റ്റാവൂട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. ഇതിലേക്ക് കൊളത്തിയിട്ടുണ്ട്. ഒന്ന് ഇതിലേക്ക് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് 100 കിലോ, സെയിം 100 കിലോ അതെ അല്ലേ? പോക്കട്ടെ. ഈ വെയിറ്റ് കൂട്ടണോ? അല്ല വെയിറ്റ് കൂട്ടാ. അത് ഇത് പോകുന്നത് നോക്കട്ടെ. ഒന്ന് പോക്കട്ടെ. ഓക്കെ 100 കിലോ ആണ് പൊക്കുന്നത്. ഇത് താങ്ങും. നമ്മുടെ ചൈന ബോർഡ് അച്ചടിക്ക് പോയില്ലേ? 100 കിലോ ഉണ്ടോ നോക്കണല്ലോ. 100 കിലോ ചെക്ക് ചെയ്തോണ്ടിരിക്കുക. അതാ പൊങ്ങി. അപ്പൊ 100 kg കൂളായിട്ട് പൊങ്ങി. ഇതിനകത്ത് നടക്കൂല, ഇതിനകത്ത് നടക്കും. 100 പറ്റുള്ളൂ. ഇനി എത്ര നമുക്ക് വെയിറ്റ് കൂട്ടാം? എത്ര പറ്റും? ഞാൻ കയറി നോക്കിയാലോ? തീർച്ചയായിട്ടും. ഞാൻ 75 കിലോ ഉണ്ട് കേട്ടോ. കയറാണ്. 100 കിലോ ഓൾറെഡി ഉണ്ട്. നിലവിൽ 100 കിലോ ഉണ്ട്. ഇത് സപ്പോർട്ട് ചെയ്യോ? എന്താ ധൈര്യമായിട്ട് കയറിയോളൂ. കേറാം. കയറി നോക്കല്ലേ? ഒന്ന് പിടിച്ചോ. ഓക്കെ ധൈര്യമായിട്ട് കയറിയോളൂ. ഒന്നും പറ്റൂല. 75 കിലോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 75 അല്ല, 175 കിലോയാണ് ഇതാ ഈ ഒരു 2 സ്ക്രൂവിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ചാക്ക് 100 കിലോ, ഞാനിതാ 75 കിലോ. ഇത്രയും മതിയില്ലേ? ഇത്രയും മതി. ഒരാള് തൂങ്ങിയത് കാണാം. ഇവിടെ നിങ്ങൾക്ക് അത് നമ്പറിങ് കാണാൻ പറ്റും. ഇത്ര ധൈര്യമായിട്ട് ഇങ്ങനെ ലൈവായിട്ട് നാച്ചുറൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ വളരെ വളരെ എന്താ പറയാ സ്ട്രെസ്ഫുൾ ആണ്. തീ ഇവിടെ റെഡിയാണ്. നമുക്കിത് കത്തിച്ച് നോക്കണം. കാരണം സാധാരണ ഒരു പ്ലൈവുഡ് ഒക്കെ ആണെങ്കിൽ കത്തി അങ്ങ് പോകും. തീപിടുത്തം വലിയ പ്രശ്നം നമ്മളെ നാട്ടില്. അതുകൊണ്ട് ഈ കാണുന്ന ഇൻസ്റ്റാവൂട്ടിന്റെ ഇതാണ് നമ്മൾ കത്തിക്കാൻ പോണേ. കത്തിച്ചൂടെ? കത്തി പിടിക്കോ? ഇല്ല. നോക്കണല്ലോ. ലൈവായിട്ട് നിങ്ങൾക്ക് വേണ്ടി കത്തിച്ചാണ് ടെസ്റ്റ് ചെയ്യുന്നത്. കാണാൻ പറ്റും. അതായത് സാധാരണ വുഡ് പ്രൊഡക്റ്റ് ആണെങ്കിലും പ്ലാസ്റ്റിക് ആണെങ്കിൽ കൂടി അതൊക്കെ കത്തും അല്ലേ? കത്തുന്ന കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. കാരണം എന്താ? ഇതിനകത്ത് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ക്ലോറിനേറ്റഡ് കോമ്പൗണ്ട് ആണ്. അതുകൊണ്ട് കുറച്ചുകൂടി ഉയർന്ന താപനില തീ പിടിക്കുള്ളൂ. മാത്രമല്ല നമ്മൾ തീ പിടിച്ചിട്ട് തീയെ പടർത്തൂല. ഇത് പൊതുവെ തീ ഉരുകി പോകുന്നവരെ നമുക്ക് വലിയൊരു തീ ആളി പറ്റുന്ന ഒരവസ്ഥയിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമുക്കിത് ഫയർ പ്രൂഫ് എന്ന് പറയാം. ഫയർ പ്രൂഫ് ആണ്. അതായത് ഫയർ പ്രൂഫ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇൻസ്റ്റാവൂട്ടിന്റെ ഈ ഒരു PVC ബോർഡ്. WPC ആണെങ്കിൽ ഇതുപോലെ തന്നെ അല്ലെ? ഞാൻ ഇതിനിടക്കൊക്കെ ഇതിൽ വെച്ചോണ്ട് നിൽക്കുന്നുണ്ട്. നമ്മളെ വ്യൂവേഴ്സ് അത് കുറെ നേരം വെക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതായത് ഇതൊരു കത്തുന്ന പ്രൊഡക്റ്റേ അല്ല. നിങ്ങൾ എത്ര നേരം വെച്ചാലും ഇതുപോലെ തന്നെ. മറ്റൊരു ടെസ്റ്റ്, നമുക്കിത് അടിച്ചാൽ പ്രസ് ആയി പോയാൽ ഇതിന്റെ ഡെൻസിറ്റി കുറവാണെന്നൊക്കെ പലരും പറയും. എല്ലാ ടെസ്റ്റും നിങ്ങൾക്ക് വേണ്ടി ചെക്ക് ചെയ്യാണ്. നിലത്ത് വെച്ച് അടിക്കുന്നതിന് മുമ്പ് ഈ വെള്ളത്തിൽ ഒന്ന് ഇട്ടോക്കട്ടെ. സാധാരണ വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ പോരാ, അത് തെളിയിക്കാണ്. ഒരു പ്ലൈവുഡ് ഒക്കെ ആണെങ്കിൽ ഇതിൽ നമുക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ അറിയാം. വെള്ളത്തിലിട്ട് പൊങ്ങി അല്ലെ? പൊങ്ങി വരും ഇങ്ങനെ. പൊങ്ങി കിടക്കും വെള്ളത്തില്. പക്ഷെ ഇത് വെള്ളം കുടിച്ച് താന്നു പോകുന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ വരില്ല അല്ലെ? ഇതിനകത്ത് അങ്ങനെ വെള്ളം കേറില്ല എന്നുള്ളത് തന്നെയാണ്. വെള്ളം അബ്സോർബ് ആവില്ല. കാരണം അത് PVC ബോർഡാണ്. WPCയുടെ കാര്യത്തിലാണെങ്കിൽ സെയിം തന്നെയാണ്. അപ്പൊ ഇതൊരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. പിന്നെ ആൾക്കാർക്ക് ഉണ്ടാകുന്ന സംശയം ചെതല്, അതന്നെയാണല്ലോ വില്ലൻ. വുഡൻ പ്രൊഡക്റ്റുകളെല്ലാം ചെതല് പിടിക്കും, നമുക്കറിയാം. ഇതിനകത്ത് ചെതല് പിടിക്കൂല. എന്തുകൊണ്ട് ചെതലുകൾ WPC പോലും തിന്നുന്നില്ല എന്നുള്ള ചോദ്യമല്ലേ? അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇതെന്ന് വെച്ചാൽ ക്ലോറിനേറ്റഡ് അല്ലെങ്കിൽ PVC കോമ്പൗണ്ട് ആണ്. അപ്പൊ ഒരിക്കലും എന്താ വെച്ചാൽ ഓർഗാനിക് എലമെന്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന്റെ നാച്ചുറൽ തെർമൈറ്റ് അറ്റാക്ക് വരുന്നില്ല. WPC നമ്മൾ വുഡ് പൗഡർ മിക്സ് ചെയ്താൽ കൂടെ ഈ മെറ്റീരിയൽസിനെ കവർ ചെയ്തിട്ടാണ് നിൽക്കാം. അതുകൊണ്ട് നമുക്ക് അത്ര ഒരു പ്രശ്നം വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇന്നത്തെ കാലത്ത് വീടുകളിലോ അല്ലെങ്കിൽ കിച്ചണുകളിലൊക്കെ നമുക്ക് ടെർമൈറ്റ് ഇഷ്യൂ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയാണ് കിച്ചണൊക്കെ കംപ്ലൈന്റ് ആവുന്നത്. അതുപോലെ നനച്ച് കഴുകുന്ന കിച്ചണുകൾ, തുടച്ചെടുക്കുന്ന കിച്ചണിലൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. WPC PVC ബോർഡുകളുടെ പ്രൊഡക്ഷന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ഏരിയ ആയിരിക്കും അല്ലേ? എല്ലാ റെസിനുകളും ഇവിടെ റെഡിയാണ്. ഇവിടെ ഓരോ മിക്സ്ചർ ആയിട്ട് ഇങ്ങനെ പ്രോസസിങ് നടക്കാം. എന്താണ് ശരിക്കും ഇത് ശരിക്കും നമ്മുടെ മിക്സിംഗ് യൂണിറ്റ് ആണ്. അപ്പൊ ഇത് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കസ്റ്റമറോട് പറയണെന്ന് വെച്ചാല് ഈ ബോർഡ് ഒരു 15ഓളം അല്ലെങ്കിൽ 18 കെമിക്കൽസ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. 1-2 അല്ല. 18. അപ്പൊ എന്താ വെച്ചാൽ ഇതിൽ വെയിറ്റ് കൊടുക്കുന്ന, കളർ കൊടുക്കുന്ന, അതിന്റെ സ്റ്റെബിലൈസേഷൻ, കെമിക്കൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പല പല കെമിക്കൽസ് ഉണ്ട്. ഇപ്പൊ മാർക്കറ്റിൽ എല്ലാവരും ഡെൻസിറ്റി പറയും. ശരിക്കും ഡെൻസിറ്റി ഇതിന്റെ ക്വാളിറ്റിയെ പറയുന്ന ഒരു ഘടകമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഇതില് ഓരോ കെമിക്കൽസും എത്രയൊക്കെ എങ്ങനെയൊക്കെ ആരും പറയാറില്ല. ഇൻസ്റ്റാവൂട്ട് അത് കസ്റ്റമർക്ക് മുന്നിൽ കൃത്യമായി അതിന്റെ ഒരു ടെക്നിക്കൽ ക്ലാരിറ്റി കൊടുക്കാല്
ഞങ്ങൾ തയ്യാറാണ്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മള് PVC എത്രത്തോളം ഉപയോഗിക്കുന്നത്, നമ്മൾ 60% PVC ഉപയോഗിച്ചിട്ട് 60%. അപ്പൊ അത്രത്തോളം നമുക്ക് സ്ക്രൂ ഗ്രിപ്പിന്റെ കാര്യത്തിൽ, ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റും. ഓക്കെ ഓക്കെ, അത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇനി WPC ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിന്റെ ഒരു WPC ആണെങ്കിൽ നമ്മൾ അതിലേക്ക് ഈ വുഡിന്റെ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ പൗഡർ കൂടെ കുറച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. ഒരു 6 മുതൽ 8% വരെയാണ് നമ്മൾ ഇതിനായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ. അപ്പൊ പലരും WPC ആണെന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തായാലും ചെതല് പിടിക്കില്ല, ഈ PVCയുടെ ഒരു പ്രൊട്ടക്ഷൻ അതിനകത്ത്. അപ്പോ അങ്ങനെ പറയല്ല, അത് എല്ലാത്തിനും ഒരു അനുപാതം ഉണ്ട്. അതാണ് ആ ഡെൻസിറ്റി നിർണ്ണയിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ അടുത്തത് എങ്ങോട്ടാണ് വരുന്നത് നോക്കാം. ഇപ്പൊ നമ്മൾ അവിടെ കണ്ടല്ലോ ഒരു മിക്സിംഗ് യൂണിറ്റ്. അവിടെ നമ്മുടെ ഒരു ഹോട്ട് മിക്സ്, കൂൾ മിക്സ് കഴിഞ്ഞിട്ട് ആ ഒരു റോ മെറ്റീരിയൽ മൊത്തം നമുക്ക് ഇങ്ങോട്ടാണ് സപ്ലൈ വരുന്നത്. ഇതിനുള്ളിൽ ശരിക്കും 4 മോട്ടോർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ സ്ക്രൂ ബാരൽ എന്നാണ് പറയാം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ മെറ്റീരിയൽ കണക്ട് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു ഹൈലി ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹൈലി പ്രഷറിൽ ഏകദേശം 180 ഡിഗ്രിയിൽ അധികമുള്ള വലിയൊരു പൾപ്പായിട്ട് മാറാണ് ശരിക്കും. അപ്പൊ ആ ഒരു സംഭവം നമ്മുടെ കാലിബ്രേറ്ററിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്കൊരു ഷീറ്റ് ആയിട്ട് തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു സെക്ഷൻ നമ്മുടെ കാലിബ്രേറ്റർ, അതായത് ഇത് ഇതിന്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നതിലെ ഒരു പ്രധാന ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ യൂണിറ്റ് ആണ്. അതായത് ഈ മെറ്റീരിയലിനെ കൂളിംഗ് ചെയ്യുന്ന സംഭവമാണ്. അപ്പൊ നമ്മൾ നോക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കാരണം അത് തണുപ്പാണ്. ഇത് ചില്ലുഡ് വാട്ടർ ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് പല കമ്പനികളും ഓയിലാണ് കൂളിംഗ് ഏജന്റ് ഉപയോഗിക്കുന്നത്. നമ്മള് ചില്ലുഡ് വാട്ടർ ആണ് ഉപയോഗിക്കുന്നത്. ബെറ്റർ കൂളിംഗ് കിട്ടും. അപ്പൊ ഇവിടെ എത്തുമ്പോഴേക്ക് അത് ചൂട് പോയിട്ടുണ്ടാവോ? അതെ, ബോർഡ് പക്ക ഫിനിഷുള്ള ബോർഡായിട്ട് മാറി. ഓക്കെ. അപ്പൊ ഇത് ഇങ്ങനെ വരുന്ന ഈ ബോർഡ് നിങ്ങൾക്ക് ഇത് നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്ത സംഭവമാണ്. അതിവിടെ ഉണ്ട്, അവിടെ ചെക്ക് ടെസ്റ്റ്. അപ്പൊ ഞാൻ ചോദിക്കുന്നതേ, ഇപ്പൊ കസ്റ്റമർക്ക് ഇത് കൂടുതൽ നീളത്തിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആവശ്യത്തിന് കട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിലിപ്പോ 4 ഫീറ്റ് ആണ് നമ്മൾ വിഡ്ത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിനപ്പുറത്തേക്ക് ലെങ്ത്, തിക്നെസ്, ഡെൻസിറ്റി, സൈസസ് ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ, ഡെൻസിറ്റി കസ്റ്റമൈസ് ചെയ്യാം തീർച്ചയായിട്ടും. അപ്പൊ പ്രൊഡക്ഷൻ യൂണിറ്റിൽ വന്നാൽ മാത്രമേ ഈ പറഞ്ഞ ഫെസിലിറ്റി ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നതാണ് ഹൈലൈറ്റ്. ഓക്കെ, ഇതിന് ശേഷം ഇത് സ്റ്റിക്കർ വരുന്നു അല്ലെ? നമ്മുടെ ബ്രാൻഡിങ് ലോഗോ നമ്മള് ഫിലിം പ്രസ് ചെയ്ത് അതിനകത്ത് ഓരോ പീസുകളായിട്ട് അല്ലെ ഫീറ്റിൽ കട്ട് ചെയ്യുന്നപ്പോ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഇതിനെ സൈസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ അതുപോലെ ലെങ്ത് കറക്റ്റ് ആയിട്ട് ചെയ്യും. വേസ്റ്റ് പോർഷൻ കട്ടായിട്ട് ഓട്ടോമാറ്റിക് കട്ടാവും. ഓരോ ബോർഡും ഈ ഒരു പ്രോസസ്സിലൂടെയാണ് വരുന്നത്. ഇതിപ്പോ റെഡി ആയ ഒരു ബോർഡാണ്. അപ്പൊ ഇതിന്റെ തിക്നെസ് ഇത് 17 mm ആണോ? ഇത് 17 mm ബോർഡാണ്. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് കറക്റ്റ് 17 ആണോ എന്ന് ചെക്ക് ചെയ്തു? തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ചെക്കിംഗ് ഉണ്ട്. 17 കൂടുതൽ അല്ലേ? 17 പോയിന്റ് സംതിങ് തന്നെ ഉണ്ട്. ഓക്കെ, 17 കൂടുതൽ തന്നെ ഈ ഒരു ബോർഡ്. നമ്മളെ ഈ ഒരു എനിക്ക് തോന്നുന്നത് ഈ ഒരു പേപ്പറും കൂടെ വരുമ്പോഴാണ് അതിന്റെ ഒരു 17 വരുന്നത്. മാർക്കറ്റിൽ തന്നെ ഇപ്പൊ 17 പറഞ്ഞാല് 16 ഉള്ള ബോർഡുകൾ ഉണ്ട് മാർക്കറ്റിൽ. നമുക്ക് ഈ ഇതിൽ 1 mm തിക്നെസ് കുറഞ്ഞ കഴിഞ്ഞാൽ ടോട്ടൽ ഷീറ്റിന്റെ സ്ട്രെങ്ത്തും ഡെൻസിറ്റി കുറയാണ്, അല്ലെങ്കിൽ അതിന്റെ വെയിറ്റ് കുറയാണ്. ഓക്കെ, അങ്ങനെ പറയുകയാണെങ്കിൽ അതിൽ വെയിറ്റ് പ്രധാനപ്പെട്ട ഘടന. എത്ര വെയിറ്റ് ഉണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇത് ശരിക്കും നമ്മളിപ്പോ 6.5 ഡെൻസിറ്റിയിലാണ് മേക്ക് ചെയ്യുന്നത്. ശരിക്കും ഒരു 6.5 ഡെൻസിറ്റിയുടെ ബോർഡ് പറഞ്ഞാൽ 32 കിലോ 800 ഗ്രാം മതി. ഇത് എത്ര ഉണ്ട്? ഇതിപ്പോ നമുക്ക് ചെക്ക് ചെയ്യാൻ വെയിറ്റ് എത്ര ഉണ്ടെന്നുള്ളത് കാണുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇതൊരു വെയിറ്റിംഗ് മെഷീനും കൂടിയാണ്. 33 വരുന്നുണ്ട്. 33 മോർ ഉണ്ട് അല്ലെ? 33 തന്നെ ഉണ്ട്. അപ്പൊ ആ ഒരു വെയിറ്റ് വേണം തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഓരോന്നും ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ നമുക്ക് ഡെൻസിറ്റി, തിക്നെസ് ഇതിലൊന്നും ചെയ്യണില്ല. ഒരു യാതൊരുവിധ കസ്റ്റമൈസേഷൻ നമ്മൾ ചെയ്യുന്നില്ല. അത് വേണം. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നടക്കുന്നത്. എന്നാലും നമ്മുടെ വ്യൂവേഴ്സിന് ജനറൽ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതൊക്കെ സ്ക്രൂ ഹോൾഡ് ചെയ്ത് വെക്കണം, കട്ട് ചെയ്ത് വെക്കണം, എന്നൊക്കെ പറ്റുമോ ഇവിടുന്ന്? തീർച്ചയായിട്ടും എല്ലാം ചെയ്തിട്ട് പോയാൽ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. സ്ക്രൂ ഹോൾഡിങ് അതേപോലെ ഡെൻസിറ്റി ഒക്കെ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ വളരെ സുഖമാണ്. നമുക്ക് ഒരു ബോർഡിന്റെ സെന്ററിൽ കട്ട് ചെയ്ത് കാണിച്ചു തരാൻ പറ്റുമോ? ഈ സെന്ററിൽ ഹോൾ അടിച്ച് കാണിക്കാൻ പറ്റുമോ? ഓക്കെ, PVC ബോർഡല്ലേ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്? ഓക്കെ, ഹോൾ അടിക്കുകയാണ്. സിമ്പിൾ ആയിട്ട് ഹോൾ അടിച്ചിട്ടുണ്ട്. ഓ, അത്ര സിമ്പിൾ അല്ല അല്ലേ? അത്ര സിമ്പിൾ അല്ല ഇതിൽ ഹോൾ അടിക്കുക അല്ലേ? ഓക്കെ, കണ്ടില്ലേ? ഇതാ അത്യാവശ്യം നല്ലൊരു ഹോൾ അടിച്ചിട്ടുണ്ട്. സെന്ററിൽ തന്നെയാണ്. ഒരു പവർ ഉണ്ട്. ഇത് എത്ര ഡെൻസിറ്റിയുടെ ബോർഡാ? ഇത് 6 ഡെൻസിറ്റിയുടെ ബോർഡാണ്. 6 ഡെൻസിറ്റി. അതിന് എത്ര സ്ട്രെങ്ത് വരുന്നുണ്ട് അല്ലെ? എല്ലാവരും ഡെൻസിറ്റി ഇതാ ഇതുപോലെ ചെക്ക് ചെയ്യാം. ഇതുപോലെ ചെക്ക് ചെയ്യാം. അപ്പൊ ഇത് 7 വരെ ഇതേപോലെ കിട്ടും. പക്ഷെ ആൾക്കാർക്ക് ആകെ സംശയം ഏതാ ഡെൻസിറ്റി നല്ല, എങ്ങനെ ഇത് തിരിച്ചറിയാ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ് നമ്മൾ ഡെൻസിറ്റി ചെയ്യുന്നത്. അതായത് ഒന്ന്, കാൽസ്യത്തിന്റെ അളവ് കൂട്ടിയാൽ ഇത് ഏകദേശം ഒരു 22ഓളം കെമിക്കൽ കൂട്ടി ചേർത്തിട്ടാണ് PVC ബോർഡ് ഉണ്ടാക്കുന്നത്.
അതിൽ ഏറ്റവും വില കുറഞ്ഞ ഒരു കെമിക്കൽ എന്ന് പറഞ്ഞാൽ കാൽസ്യം, കോട്ടഡ് കാൽസ്യം. ഈ കാൽസ്യം ഞങ്ങൾ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് ഡെൻസിറ്റി കൂടും. പക്ഷെ എന്ത് ചെയ്യും, ഇതിന് ഹോൾഡിംഗ് പവർ ഉണ്ടായിരിക്കില്ല. ഇതുപോലെ ഡ്രിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ ഒന്നായിട്ട് അകത്തോട്ട് പോവുകയും ചെയ്യും, പൊടിഞ്ഞു പോവുകയും ചെയ്യും. നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ഫോമിംഗ് ഏജന്റ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഹൈ ഡെൻസിറ്റി കിട്ടും. ഞങ്ങളെല്ലാം ചെയ്യുന്നത് PVC-ന്റെ കണ്ടന്റ് ഒന്ന് കുറക്കാതെ തന്നെ ഈ കെമിക്കലിന്റെ ഈ ഫോമിംഗ് ഏജന്റ് കുറച്ചുകൊണ്ടാണ് ഇത്രയും ഹാർഡ്നെസ് ആയി കിട്ടുന്നത്. ഓക്കെ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഇതിന്റെ പൗഡർ ഇവിടെ ഉണ്ട് അല്ലേ? ഈ പൗഡറിൽ എന്തോ രഹസ്യം ഉണ്ടല്ലോ, ഏത് ശരിക്കും അതിന്റെ ഒരു നൈസ് എങ്ങനെയാണ് അത് പറയാ? പൗഡറിന്റെ രഹസ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കാൽസ്യത്തിന്റെ അളവ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് കാൽസ്യത്തിന്റെ അളവ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പൊടിച്ച ഭാഗത്തെല്ലാം കൈ കൊണ്ട് തുടച്ചാൽ തന്നെ പൗഡർ പുറത്തു വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ക്വാളിറ്റി ക്വാളിറ്റി ഇല്ലാതാണ് അല്ലെ? നമുക്ക് ഇതിൽ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോൾഡ് കിട്ടും. അതാണ് നമ്മൾ മെഷീനറികൾ വെച്ച് ചെക്ക് ചെയ്ത് ഒരുപാട് സൈസുകൾ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫാക്ടറി ആകുമ്പോൾ ഒരുപാട് സ്റ്റോക്ക് ചെയ്യണല്ലോ. ഏതൊക്കെ സൈസിലാണ് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്ക് കോമൺലി അറിയാലോ, ഇപ്പൊ ഷീറ്റ് 8-4 സൈസിലാണ് അവൈലബിൾ ആവുക. അതിൽ നമുക്ക് തിക്നെസ് ഇപ്പൊ കൂടുതലായിട്ട് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന 8mm, 12mm, 17, 18mm ആണ്. അതിന് പുറമെ നമുക്ക് 5mm, 6mm, 19, 20mm വരെ നമുക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സൈസും നമുക്ക് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസുകൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഫാക്ടറി ആയതുകൊണ്ട് നേരിട്ട് ആൾക്കാർക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമ്മള് ഇന്റീരിയേഴ്സ്, ആർക്കിടെക്ട്സ്, എൻഡ് കസ്റ്റമർ, ഡീലർ പോലത്തെ ആളുകൾ ഇവിടെ വരാറുണ്ട്. നമ്മൾ അവർക്ക് അതിനുള്ള ഓപ്ഷൻസും സപ്പോർട്ടും ചെയ്ത് ചെയ്യാറുണ്ട് അല്ലേ? നമ്മളിവിടെ വന്ന് ഒരുപാട് പ്രൊഡക്റ്റുകളുടെ ടെസ്റ്റുകളൊക്കെ നടത്തി അതും നിങ്ങൾക്കുള്ള ഒരു പ്രൂവ്നെസ് ആണ് ഇവിടെ വന്ന് ചെയ്യാന്നുള്ളത്. അതെ, നമ്മളിതെല്ലാം ട്രാൻസ്പെറന്റ് ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഡെൻസിറ്റി വളരെ പ്രധാനപ്പെട്ട നമ്മൾ ചെക്കിംഗ് ചെയ്തു. ഏതൊക്കെ ഡെൻസിറ്റി നിങ്ങൾ കൊടുക്കുന്നുണ്ട്? നമ്മളിവിടെ 0.5 ഡെൻസിറ്റി മുതൽ 0.75 ഡെൻസിറ്റി വരെ നിലവിൽ ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നു. ഇനിയിപ്പോ അതെല്ലാം നമുക്ക് കസ്റ്റമേഴ്സിന് ആവശ്യമായ രീതിയിൽ 0.4 മുതൽ അപ് ടു എത്ര ഡെൻസിറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ ഡെൻസിറ്റി ഉള്ള ക്വാളിറ്റി ഉള്ള ബോർഡുകളാണ് സപ്പോർട്ട് ചെയ്യാറുള്ളത്. ഇത് WPC-ലാണെങ്കിലും PVC-ലാണെങ്കിലും ഈ പറഞ്ഞ WPC, PVC-യുടെ കാര്യത്തിൽ ഡെൻസിറ്റി അതുപോലെ സൈസ് ഇതെല്ലാം സെയിം ആണ്, മാറ്റമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരുപാട് ആൾക്കാർ നമ്മള് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവും, ഈ PVC ആണോ നല്ലത്, WPC ആണോ നല്ലത് എന്നുള്ള ഒരു ചോദ്യമല്ലേ? അത് നിങ്ങളോട് ചോദിച്ചാൽ എന്ത് പറയും? തീർച്ചയായിട്ടും അത് രണ്ടും നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്ക് WPC ആവുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു സ്ക്രൂ ഗ്രിപ്പിന്റെ കാര്യത്തിൽ കസ്റ്റമേഴ്സിന് ഒരു നല്ല ഫീഡ്ബാക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ കുറച്ചുകൂടി WPC സപ്പോർട്ട് ചെയ്യുന്നു. അതെ. PVC ബോർഡുകളാണെങ്കിൽ WPC ബോർഡാണെങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ മുന്നിൽ നിൽക്കുക ഒരു പടി WPC തന്നെ. മാത്രമല്ല കസ്റ്റമേഴ്സും തന്നെ നല്ലൊരു PVC ബോർഡും WPC തമ്മിൽ വലിയ മാറ്റമൊന്നുമില്ല. കാണുമ്പോൾ മാറ്റല്ല, നമ്മൾ അതിൽ ലാമിനേറ്റ് ചെയ്താൽ പിന്നെ അത് അറിയില്ല. സ്ക്രൂ ഹോൾഡിംഗിലാണ് ഇതിന്റെ അറിയാൻ പറ്റുക. PVC ബോർഡുകൾ എന്ന് പറഞ്ഞാല് അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അതൊരു പ്ലാസ്റ്റിക് കണ്ടന്റ് ആണല്ലോ. അത് പ്രകൃതിക്ക് ദോഷമാകില്ലേ? ഇല്ല, ഇത് ശരിക്കും 100% റീസൈക്കിൾ ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് ആണ്. അതായത് നമുക്കിപ്പോ ഇതിന്റെ പ്രൊഡക്ഷൻ പ്രോസസ് തന്നെ നമുക്ക് ഇതിന്റെ സ്ക്രാപ്പ് റീസൈക്കിൾ ചെയ്തിട്ട് ഇതിനെ പുതിയ മെറ്റീരിയൽ ആക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഇത് പ്രകൃതിക്ക് യാതൊരുവിധ ദോഷമില്ല. അതായത് ഇവിടെ ബോർഡുകൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ആ വേസ്റ്റ് പീസുകൾ വീണ്ടും റീസൈക്കിൾ ചെയ്യാൻ പറ്റും. അങ്ങനെ റീസൈക്കിൾ ചെയ്തുകൊണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മുടെ ഒരു പ്ലൈവുഡോ അല്ലെങ്കിൽ അതുപോലുള്ള മരത്തിന്റെ പ്രൊഡക്റ്റുകൾക്ക് നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്, അത് ചെതൽ പിടിച്ചു പോകും, മണ്ണിലേക്ക് പോകും, അത് വേറെ കാര്യം. അപ്പൊ അത് ഡയറക്റ്റ് അങ്ങനെ തന്നെയാണ്. പക്ഷെ വേറെ കാര്യം, അതിൽ നമുക്ക് ഈ കാർവിംഗ് വർക്കുകള് മറ്റേ എന്താ പറയാ ഡിസൈൻ വർക്ക് ഒക്കെ ചെയ്യാം. പോസിബിൾ ആണോ? തീർച്ചയായിട്ടും. നമുക്ക് ഒരു പ്ലൈവുഡ് അല്ലെങ്കിൽ മരത്തടിയിൽ ഉപയോഗിക്കുന്ന പോലത്തെ എല്ലാ വർക്കുകളും ഇതില് പിന്നെ ചിത്രപ്പണികളോ കൊത്തുപണികളോ അതൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ WPC മെറ്റീരിയല് നമുക്ക് സാധാരണ പറയുന്ന പോലെ WPC വുഡിന്റെ കണ്ടന്റ് ഉണ്ട്, അതിൽ ടെർമൈറ്റ് വരുമോ എന്നുള്ള ചോദ്യമല്ലേ? ഇല്ല, കാരണം ഇതിലെന്താ വെച്ചാല് ഒന്നിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ കുറച്ച് ക്ലോറിനേറ്റഡ് മെറ്റീരിയൽസ് ഇതിനെ കവർ ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഇതിന്റെ എന്തെങ്കിലും ഒരു നാച്ചുറൽ തെർമൈറ്റ് അറ്റാക്ക് വരൂല. PVC ബോർഡുകൾ എന്തിനു ഉപയോഗിക്കണം എന്നുള്ള ഒരു ചോദ്യമാണ്. മാർക്കറ്റിൽ ഒരുപാട് പ്ലൈവുഡുകൾ ചെറിയ വിലക്കൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ പിന്നെ എന്തിനു നമ്മൾ ഉപയോഗിക്കണം? അല്ല, ഇത് നമുക്ക് പ്ലൈവുഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാം കൊണ്ടും ഇപ്പൊ നമുക്ക് മരം എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാം. മൈക്കോട്ടിക്കാം, മറ്റെല്ലാ ഫിനിഷുകളും ചെയ്യാം, ഇന്റീരിയർ വർക്ക് എല്ലാം പ്ലൈവുഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം. മാത്രമല്ല ഇത് 100% വാട്ടർ പ്രൂഫ് ആണ്.
100% തെർമൽ പ്രൂഫ് ആണ്. അപ്പൊ കിച്ചൺ, വാഷ് ഏരിയ, വാഷ് കൗണ്ടർ പോലത്തെ എല്ലാ ഏരിയകളും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ചെക്ക് ചെയ്യും എന്നിട്ടേ പോവുള്ളൂ. പക്ഷെ എനിക്ക് അറിയേണ്ടത് ഇതിപ്പോ ലാബേഴ്സ് ഇത് ഉപയോഗിക്കുമ്പോ കട്ടിങ്ങിന് മരത്തെ പ്ലൈവുഡ് ഈസി ആയിട്ട് അവർക്ക് ഹാൻഡിൽ ചെയ്യാം. ഇത് അങ്ങനെ കട്ടിങ് സ്ക്രൂയിങ് എല്ലാം ഓക്കെ ആണോ? എല്ലാം ചെയ്യാൻ പറ്റും. നമുക്ക് പ്ലൈവുഡിൽ ഒരു കാർപ്പൻറ്റർക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ സ്ക്രൂയിങ്ങും ട്രാവിങ്ങും എല്ലാ കാര്യങ്ങൾക്കും സൂറ്റബിൾ ആണ്. ഇത് എക്സ്റ്റീരിയർ പർപ്പസിനോട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ഒരു ഹൈലൈറ്റ്. അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. നിങ്ങൾ പ്ലൈവുഡ് കൊണ്ടുപോയിട്ട് പുറമേ ഉള്ള വല്ല ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നനഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ബുദ്ധിമുട്ടാണ്. ആ സ്ഥാനത്ത് ഈ PVC WPC ബോർഡുകൾ ഉപയോഗിക്കാം. നമുക്ക് 100% സൂറ്റബിൾ ആണ്. ഇൻസ്റ്റാപുട്ടിന്റെ WPC ബോർഡുകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. രണ്ട് കളറാണ് അപ്പോൾ? 2 കളറിലാണ് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് വുഡൻ കളർ. ഇത് നമ്മുടെ ഐവറി കളർ, വുഡൻ കളർ. ഓക്കെ, പലർക്കും ഉണ്ടാകുന്ന തെറ്റായ ധാരണ ആദ്യം തന്നെ നമ്മൾ ക്ലിയർ ചെയ്യാം അല്ലെ. ഇത് വുഡ് കൂടുതലായത് കൊണ്ട് കളർ വുഡായി വരുന്നതല്ല. അല്ല, ഇത് ശരിക്കും ഒരു പിഗ്മെന്റ് കളറിംഗ് ഏജന്റ് ആണ്. അതാണ് ഈ കളർ കൊടുക്കുന്നത്. അതെ, പല വുഡ് കളറിൽ വരുന്ന ബ്രാൻഡുകളും അത് തെറ്റിദ്ധരിക്കും. മാർക്കറ്റിൽ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ശരിക്കും അങ്ങനെയല്ല. അല്ല, അങ്ങനെ തന്നെയാണ്. ഇത് നിങ്ങളുടെ ഒരു പുതിയ പ്രോഡക്റ്റ് ആണ്. നമ്മൾ പുതിയതായിട്ട് ഒരു എക്സ്ക്ലൂസീവ് പ്രൊഡക്റ്റ് ആഡ് ചെയ്താണ്. WPC തന്നെയാണ്. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന WPC ആണ്. ഇതിന് ചെറിയ ഡോട്ട്സ് വരുന്നുണ്ട് അല്ലേ? അതെ, ഇത് നമ്മളൊരു ഒരു ഒരു മാർബിൾ ഫിനിഷ് വരുന്ന കുറച്ചുകൂടി ഒരു ഗ്ലോസി സർഫസ് ആണ്. അതെ, എന്നാൽ പ്യൂർ വൈറ്റ് അല്ല. ചെറിയ ഡസ്റ്റ് ആയാലും ഒന്നും അറിയത്തില്ല. ആ രീതിയിലാണ് 3 ലെയർ WPC സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ നമുക്ക് 3 ലെയറിൽ മാർക്കറ്റിൽ സ്ക്രൂ ഗ്രിപ്പിന്റെ ഒരു പരാതി നിരന്തരം പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അത്തരം ഒരു ഏരിയകളിൽ പ്രത്യേകിച്ച് നമുക്ക് കിച്ചണിന്റെ അതുപോലെ വാർഡ്രോബിന്റെ ഒരു കാർ കേസിന്റെ ഭാഗങ്ങളിലൊക്കെ പല ആളുകളും ഉള്ളിൽ മൈക്രോ അവോയ്ഡ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് അത്തരത്തിലൊരു മൈക്രോ പ്രസ് ചെയ്തൊരു ഫിനിഷ് കിട്ടുകയും ചെയ്യും. കുറച്ചുകൂടി സ്മൂത്തി സർഫസ് ആണ്. ഇത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം. സ്ക്രാച്ച് ഫ്രീ ആണ്. അപ്പൊ എല്ലാം കൊണ്ടും അതിനൊരു പുതിയൊരു പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഇപ്പോ നിലവിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിറ്റുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഡിമാൻഡുള്ള പ്രൊഡക്റ്റിലൊന്നാണ് ഒരു ഓഫ് വൈറ്റ് WPC. മാത്രമല്ല പുതിയ WPC നമ്മുടെ അടുത്ത് മാത്രമേ ഈ ഒരു പ്രൊഡക്റ്റ് ഉള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. നിങ്ങൾക്ക് ഈ ഒരു WPC വൈറ്റ് കളറിൽ വേണമെങ്കിൽ ഇവരെന്നെ കോൺടാക്ട്. അതെ, ഇൻസ്റ്റാവുട്ട് അടിപൊളിയാണ്, സൂപ്പർ ആണ്, എല്ലാ ടെസ്റ്റും ഓക്കെ ആണ്, സക്സസ് ആണ്. പക്ഷെ നമ്മുടെ വ്യൂവേഴ്സിന് ഇത് കിട്ടണം. ഇതിന്റെ വില എങ്ങനെയാ ഇപ്പൊ പറയാ? പ്രൈസ് നമുക്കൊരു മാർക്കറ്റിൽ ഒരു 710 നല്ല പ്ലൈവുഡ് അവൈലബിൾ ആണ്. അതേ റേറ്റ് ഒക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇതിൽ ഡെൻസിറ്റി നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഡെൻസിറ്റിക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ കോൺടാക്ട് ചെയ്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്, നിങ്ങൾ വിളിക്കുക. ഇനി ഈ ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് കളക്ട് ചെയ്യാം? ഈ ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഷോപ്പുകളിലാണോ അതോ നിങ്ങളെ വിളിക്കണം? എന്ത് ചെയ്യണം? നമുക്കിത് ഓൾ കേരള നമുക്ക് ഡീലർ പോയിന്റുകൾ അവൈലബിൾ ആണ്. ഇനി ഒന്നും വേണ്ട, നിങ്ങൾ നേരത്തെ നമ്മൾ നേരിട്ട് കോൺടാക്ട് ചെയ്ത് നമുക്ക് എവിടെയാണെന്ന് വെച്ചാലും നമുക്കത് നേരിട്ട് അതിന്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റ് വാറന്റി ഉള്ള പ്രൊഡക്റ്റ് ആണോ? നമ്മൾ ലൈഫ് ടൈം വാറന്റിയോട് കൂടിയാണ് കസ്റ്റമേഴ്സിന് മെറ്റീരിയൽ എത്തിച്ചു. വാറന്റി ആണ്. അപ്പൊ ഇതിന് ടെൻഷൻ ഇല്ല. നേരെ നിങ്ങൾ വിളിച്ചോളൂ. നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.